ട്രൂഡോ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ട്രംപിന് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ. ഇത് കാനഡയിൽ ഉണ്ടാക്കിയ ആഭ്യന്തര പ്രശ്നം ട്രൂഡോയുടെ ജനസമ്മതി പാടെ ഇടിച്ചു കളഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തുമെന്ന് പറയുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇനി ലിബറൽ പാർട്ടിയിലോ ട്രൂഡോയിലോ പ്രതീക്ഷ വേണ്ട എന്ന് കരുതി പല മന്ത്രിമാരും പണി മതിയാക്കി രാജിവെച്ച് പോകാൻ തുടങ്ങി. അതിനിടയിലാണ് ട്രൂഡോയെ ഞെട്ടിച്ചുകൊണ്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ധനകാര്യമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെക്കുന്നത്. മുൻ മാധ്യമ പ്രവർത്തകയാണ്, ട്രേഡ് മിനിസ്റ്റർ ആയിരുന്നു, വിദേശകാര്യ മിനിസ്റ്റർ ആയിരുന്നു, ട്രൂഡോയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശേഷിയുള്ള നേതാവാണ്. അവർ രാജിവെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിർത്തി പരിപാടി, ഈ ട്രൂഡോയോടൊപ്പം പോയാൽ ഈ കാനഡ ഇല്ലാതാകും, സാമ്പത്തിക നയങ്ങൾ തെറ്റാണ്, താരിഫിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോയി. വലിയ തിരിച്ചടിയാണ് ട്രൂഡോയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ രാജിയിൽ നിന്നും തടിയൂരാൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ സിഖുകാരൻ നേതാവ് ട്രൂഡോയോട് രാജിവെച്ച് പോകുന്നതാണ് ഉചിതമെന്ന് പറയുകയും ചെയ്തു. ട്രൂഡോയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. NDPയുടെ കാലിൽ പിടിച്ച് കുറച്ചു കാലം കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാലും ട്രൂഡോയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണ്. ലിബറൽ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കൺസർവേറ്റീവുകൾ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും ഇന്ത്യയെ ചൊറിഞ്ഞ ട്രൂഡോ കൃത്യമായി പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു ട്രംപിന്റെ സഹായത്തോടെ. ട്രൂഡോ മാത്രമല്ല, ഇമ്രാൻഖാൻ അടക്കമുള്ള ഇന്ത്യയെ ചൊറിഞ്ഞ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചവർക്കൊക്കെ കാലം കരുതി വെച്ചിരുന്ന നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ഊഴം ട്രൂഡോയുടേതാണെന്ന് മാത്രം.